In the name of the Father, and of the Son, and of the Holy Spirit. Amen. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുവചന ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം. ആമേൻ. Metropolitan Bishop, the Right Reverend Dr. Joseph Matoma, the Bishop, the Right Reverend Gregorius Mastephanos, the bishops who are here, the leadership of this great church, the secretary, and everybody else, in the name of the Lord, I greet you. ദൈവ നാമത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും അഭിവാദ്യം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, ഇന്ന് അധ്യക്ഷം വഹിക്കുന്നതായുള്ള സ്തെഫാനോസ് തിരുമേനി, മറ്റ് തിരുമേനിമാരെ, ജനറൽ സെക്രട്ടറി അച്ഛൻ, ആത്മായ നേതൃത്വം നൽകുന്നവരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. I have been made aware that this service is dedicated to the Evangelization Association. ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മീറ്റിംഗ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Therefore, the theme of this talk is titled Calling People to the Alternative Community, which is the church. ഒരു സഭയെ വേർതിരിച്ച് ഒരു പ്രത്യേക സമൂഹമായിട്ട് വിളിക്കുന്ന ആ ഒരു വിളിയും സഭയും എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കണമെന്നാണ് അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത്. Calling people to the alternative community, which is the church. സഭ എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക സമൂഹമാണല്ലോ. When I was asked to speak today, I have been pondering, meditating what can be the relevant message for God's people in this church of ours. എന്നോട് ഇന്ന് തിരുവചനം പങ്കിടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് സംഗതമായിരിക്കുന്ന എന്ത് ദൂതാണ് എന്നുള്ളതിനെക്കുറിച്ച് ആഴമായി ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. I was happy when the bishop allowed me freedom to choose my theme and my text. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വേദഭാഗം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് തിരുമേനി സ്വാതന്ത്ര്യം തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. I must say that even in my own country, just some years ago, things were going quite well. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ദക്ഷിണ ആഫ്രിക്കയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള അനുഭവം എന്ന് പറയുന്നത് സംഗതികളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ പോകുന്ന ഒരവസ്ഥയായിരുന്നു. There was political stability, the economy was growing, we have been in a honeymoon with the democratic government, and there was relative peace. രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിരത അവിടെ ഉണ്ടായിരുന്നു, സാമ്പത്തികമായ ഭദ്രതയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ജനായത്ത ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മധുവിധു ആഘോഷിക്കുന്ന ഒരവസരമായിരുന്നു അത്. It was easy to be a Christian because things seemed to be going well. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ആയാസരഹിതമായ ഒരു സംഗതിയായിരുന്നു. Suddenly it is not easy anymore. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അത്ര ആയാസരഹിതമായ ഒരു അനുഭവം അല്ല ഇപ്പോഴുള്ളത്. To be a Christian is no longer easy. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അവിടെ. Because every corner that I turn my face to, people keep asking me, where is the church? ഞാൻ ചെന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ തരുണത്തിൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സഭ എന്താണ് ചെയ്യുന്നത്? They ask that very difficult and penetrating question that was asked by the prophet to the prophet Jeremiah. ജെറമായ പ്രവാചകൻ ചോദിച്ചതുപോലെയുള്ള ഒരു വലിയ ചോദ്യമാണ്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആഴ്ന്നിറങ്ങുന്നതായുള്ള ചോദ്യമാണ് എൻ്റെ ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത്. Is there any word from the Lord for us? എവിടെയെങ്കിലും നമുക്ക് ആശ്വാസത്തിൻ്റെതായുള്ള ഒരു മാർഗം കാണുവാനായിട്ടുണ്ടോ? Because life is difficult where people are. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായി മാറിയിരിക്കുന്നു.
For many people, darkness continues to thicken, becoming darker and darker. അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അവിടെ ഞങ്ങൾക്കുള്ളത്. As they have to face disease, poverty, unemployment and rising inflation. പട്ടിണിയും രോഗവും ജോലി സാധ്യതകളില്ലാത്ത അനുഭവങ്ങളും സാമ്പത്തികമായുള്ള ഭദ്രതയില്ലായ്മയും എല്ലാം ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിച്ചിരിക്കുന്നു. The threat of political instability, struggling just to pay basic bills, leads to unhappiness in life. രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഞങ്ങളുടെ മധ്യേ ഉണ്ടാക്കിയിട്ടുണ്ട്. The challenge then that people face is then how can we become Christians around here when things are going so bad and the world seems to be messed up. ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞതായിട്ടുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ അർത്ഥവത്തായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ സാധിക്കും എന്നുള്ള വലിയൊരു ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. For me, the situation today in most of our countries is just as it was during the time of Jesus when he came and he called his disciples in Galilee. യേശു ക്രിസ്തു ഗലീലയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ അവിടുത്തെ പശ്ചാത്തലം എന്തായിരുന്നോ അതേ രീതിയിലുള്ള ഒരു പശ്ചാത്തലമാണ് ഞങ്ങളുടെ രാജ്യത്തും ഇപ്പോൾ ഉള്ളത്. You will notice that the text we read in Matthew is placed in chapter 5 just after Jesus has chosen his disciples. ഇവിടെ നമ്മൾ വേദഭാഗം വായിച്ചെടുത്ത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളാണല്ലോ വായിച്ചത്. അത് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോട് നടത്തുന്ന പരസ്യമായ ഒരു യോഗത്തിൻ്റെ ഭാഗമാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. This was the team that Jesus was going to work with. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോടൊപ്പം പ്രവർത്തിപ്പാനായിട്ടുള്ള ഒരു ആരംഭമാണ് അവിടെ കുറിക്കുന്നത്. Luke puts these beatitudes in chapter 6. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ 6-ാം അധ്യായത്തിലാണ് ഈ ഒരു പർവ്വത പ്രസംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. After Jesus have performed a few miracles so that the Gentiles can actually be attracted to this Jew who seems to have unique power. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ യേശു ചില അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ പർവ്വത പ്രസംഗത്തിലൂടെ പ്രസ്താവിക്കുന്നത്. കാരണം ഒരു പക്ഷം വരിയിൽ ആ അത്ഭുത പ്രവർത്തനത്തിലൂടെ യവനാന്മാരായിട്ടുള്ള ആളുകൾ യഹൂദരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. So that maybe this Jew has got a new news for them of a new community that they can form. ഒരു പുതിയ സമൂഹം ഉണ്ടാകുവാനായിട്ട് ഇവരിലൂടെ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. Jesus' community was desperate for this message and teaching. യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ ആ സമൂഹം എന്ന് പറയുന്നത് തൻ്റെ പഠിപ്പിക്കലും തൻ്റെ പ്രസംഗങ്ങളും കേൾപ്പാൻ അതീവ വാഞ്ചയോടുകൂടെ ഇരുന്ന ഒരു സമൂഹമായിരുന്നു. Because their community was also struggling just like ours. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതുപോലെ തന്നെ അന്നത്തെ ആ സമൂഹവും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു സമൂഹമായിരുന്നു. In some aspects they were even worse than us because at times they didn't even have good human rights observed. എന്നാൽ ഞങ്ങളുടെ അവിടെയുള്ള അവസ്ഥയെക്കാട്ടിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. You remember that they were actually being ruled by the Romans who occupied their community. നിങ്ങൾക്കറിയാമല്ലോ ആ സമയത്ത് യഹൂദന്മാരെ റോമാക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. Poverty and violence were rampant in that community. പട്ടിണിയും അതുപോലെയുള്ള മറ്റ് പല രീതിയിലുള്ള പീഡനങ്ങളും സാധാരണമായിരുന്നു അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിൽ. The kingdom of God, which is God's rule, was not obviously visible and not being experienced by all people. ദൈവരാജ്യത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളൊന്നും അന്നത്തെ ആളുകൾക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. It seemed like it was just a pipe dream, not reality.
ഇതൊരു വെറും സ്വപ്നമായിട്ട് മാത്രം നിൽക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളൊക്കെ. അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇതുവരെ വന്നില്ല. People were longing for something better. കുറച്ചുകൂടെ മെച്ചമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. Even the temple or the church was just a formality. അന്ന് ദേവാലയം എന്ന് പറയുന്നതും വലിയ ഒരു ചടങ്ങിൻ്റെ കേന്ദ്രമായിട്ട് അവശേഷിച്ചു. It was just concerned about the culture of religion and doing rituals to make people feel better. അന്നത്തെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചടങ്ങുകളൊക്കെയും നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് മാത്രം അന്നത്തെ ദേവാലയം അവിടെ ശേഷിച്ചു എന്ന് നമുക്ക് കാണാം. Jesus seems to come with fresh news. ഒരു പുതിയ ക്ഷേമമുള്ള ഒരു വാർത്തയോടുകൂടിയാണ് ഇവിടെ യേശു ക്രിസ്തു ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. He comes to transform society. സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു ഇവിടേക്ക് ഇറങ്ങി വരുന്നത്. He comes to bring about a new community. ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുവാനായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ യേശു ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. Stanley Hauerwas, one of the great theologians from America, calls this Jesus community a community of character. Community of character. A community of character. ഈ ഒരു സമൂഹത്തെ ഒരു തിയോളജിയൻ, ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരമാണ് വിവക്ഷിക്കുന്നത്: ഇത് പ്രത്യേക സ്വഭാവങ്ങളുടെ ഉടമയുള്ള ഒരു സമൂഹമാണ്. But what are we talking about when we talk about the church? എന്നാൽ സഭയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്? Of course we know the church because we are part of the church. നമ്മൾ സഭയുടെ ഭാഗമായതുകൊണ്ട് സഭ എന്താണെന്നുള്ളത് ഒരു പരിധിവരെ നമുക്കറിയാം. In simple terms, it is a community of those who believe in the lordship of Jesus Christ. നമ്മുടെ കർത്താവിന്റെ കർത്തൃത്വത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് സഭ എന്ന് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. It is characterized by the people who become part of the church. ഈ സഭയുടെ ഭാഗമായിരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ ഈ സഭയുടെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്നു. It is characterized by the Jesus Christ who is the husband of the church. സഭയുടെ മണവാളനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ ഈ സഭയുടെ സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്നു. It is characterized by the set of beliefs, teachings and doctrines that we hold as a people of God. നമ്മൾ പഠിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും നിലനിർത്തിയിരിക്കുന്നതുമായ നമ്മുടെ പഠനങ്ങളിലൂടെയും നമ്മുടെ മനസ്സിലാക്കലുകളിലൂടെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളൊക്കെയും ഈ സഭയുടെ പ്രത്യേക സ്വഭാവ വിശേഷമായി മാറിയിരിക്കുന്നു. It is characterized by our structures and our system and our leadership. നമ്മുടെ ഘടന കൊണ്ടും നമ്മുടെ നേതൃത്വം കൊണ്ടും ഒക്കെ പ്രത്യേക രീതിയിലുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ളതായിട്ട് ഈ സഭകൾ മാറിയിരിക്കുന്നു. It is characterized by its hope to reject the current status quo in hope for a better future. ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ഒരു പ്രത്യാശയിൽ വളരെ മെച്ചമായ ഒരു ഭാവിക്ക് വേണ്ടി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക സ്വഭാവ വിശേഷണം ഈ സഭയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. The church is never satisfied by the present. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ സഭ പൂർണ്ണമായിട്ട് സംതൃപ്തം അല്ല തന്നെ. It hopes and believes for something better. ഇതിലും മെച്ചമായ ഒരു സംഗതിക്ക് വേണ്ടി വാഞ്ചിച്ചുകൊണ്ടും പ്രത്യാശയോടുകൂടെ ഇരിക്കുകയാണ് സഭ. Things should not stay as they are. ഇങ്ങനെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ മാത്രം നിന്നാൽ പോരാ. That's why it is always calling for the kingdom of God, that your kingdom come. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ. ആ ഒരു വലിയ പ്രത്യാശയിലാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നത്. So that we on earth can experience it as it is being experienced by those who are in your household in heaven. എന്നാൽ ഇതൊക്കെ നമുക്കിപ്പോൾ വേണ്ട രീതിയിൽ അനുഭവമായി മാറുന്നില്ല. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ഇത് വേണ്ട രീതിയിലുള്ള ഒരു അനുഭവമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. As a result, the church becomes a community on earth within a community.
അതുകൊണ്ട് സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക സമൂഹമായിട്ട് സഭ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. It becomes an alternative community. ഇത് മറ്റൊരു സമൂഹമായിട്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നിലനിൽക്കുന്നു. That points people to hope. അതുകൊണ്ടാണ് സഭ ജനങ്ങൾക്ക് ഒരു പ്രത്യാശയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്നത്. It points them to new life. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ചൂണ്ടുപലക സഭയിലൂടെ നമുക്ക് കാണാം. It points them to that God who is always prepared to make things new. ആ ദൈവത്തിങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ദൈവമോ എല്ലായ്പ്പോഴും നമ്മെ പുതുതാക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. ആ ഒരു വലിയ കാഴ്ചപ്പാടാണ് ഈ സഭ ചൂണ്ടിക്കാണിക്കുന്നത്. Therefore we understand it when Jesus starts teaching the Beatitudes. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം യേശു ക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. When he says in this community, ഈ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നു, blessed are the poor. ഈ സമൂഹത്തിൽ ദുഃഖിക്കുന്നവർ ഈ സമൂഹത്തെക്കുറിച്ച് അവിടെ പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നത്രേ. For the kingdom of God is theirs. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. Matthew puts it in a much gentle way that sort of neutralizes that text. ഒരു പൊതുവായ രീതിയിലാണ് മത്തായി ഇതിനെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഒരു പ്രത്യേക രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി തന്നെ. He says, blessed are the poor in spirit. അപ്പോൾ മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ ആയവരാണ് ഭാഗ്യവാന്മാരെന്നാണ്. For the kingdom of God is there. അവരുടേതാണ് ദൈവരാജ്യം എന്ന് പറയുന്നു. But other writers and other commentators എന്നാൽ മറ്റ് എഴുത്തുകാര് have observed that actually the original text was blessed are the poor. എന്നാൽ അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ എന്നുള്ളതല്ല, ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ എന്നത്രേ. Not just in spirit alone. അത് ആത്മാവിൽ മാത്രമുള്ള ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. They may be poor materially. സാമ്പത്തികമായിട്ടും പട്ടിണി അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. They may be poor in terms of health. അവരുടെ ആരോഗ്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. They may be poor in terms of their spirit that is not at peace. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് സമാധാനം അനുഭവിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. അതും ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. They may be poor because there is conflict around them. അവരുടെ ചുറ്റുപാടും പല രീതിയിലുള്ള ഭിന്നതകളുടെ മധ്യയായിരിക്കും അവർ ജീവിക്കുന്നത്. അതും ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവം തന്നെയാണ്. But all those who are poor, എന്നാൽ അങ്ങനെ ദാരിദ്ര്യരായിട്ടുള്ള എല്ലാവരും എന്നാണ് ഇവിടെ പറയുന്നത്. the kingdom of God is there. ഈ ദരിദ്രരാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. In the world that we live in, we don't talk about the poor being blessed. ഇന്ന് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് ഭാഗ്യവാന്മാരെന്ന് നമ്മൾ സാധാരണ പറയാറില്ല. When we talk about people blessed, at least in my country, we talk about rich people. സാധാരണ ധനവാന്മാരെയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് ഞങ്ങളുടെ ദേശത്ത് പറയാറുള്ളത്. We don't talk about poor people and say they are blessed. ഞങ്ങളുടെ ദേശത്തൊന്നും ഇങ്ങനെ പാവം പിടിച്ച ആൾക്കാരല്ലേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് സാധാരണ പറയാറില്ല. Even if they can be very powerful spiritually, but if they are poor materially, they don't have food, they don't have clothes, they don't have houses, we don't say they are blessed. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യമില്ലാത്തവര്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവര്, താമസിക്കുവാനായിട്ട് ഭവനമില്ലാത്തവര്, ഇങ്ങനെ ലൗകികമായി യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരാളെ കണ്ടുകൊണ്ട് അവര് ഭാഗ്യവാന്മാരാണ് എന്ന് സാധാരണ ഞങ്ങൾ പറയാറില്ല. But in this community, എന്നാൽ ഈ സമൂഹത്തില്, the alternative community, ഈ വ്യത്യസ്തമായ ഈ സമൂഹത്തിൽ, the community of Jesus, യേശുക്രിസ്തുവിന്റെ ഈ സമൂഹത്തിൽ, the community within the community of the world, സമൂഹത്തിലെ പ്രത്യേകതയുള്ള ഈ സമൂഹം, the poor,
അവിടെ പാവം പിടിച്ചവരെന്ന് whether പറയുന്നത് they are poor materially, ദരിദ്രർ എന്ന് പറയുന്ന ഒരു സാമ്പത്തികമായ ദരിദ്രം അനുഭവിക്കുന്നവർ whether മാത്രമല്ല, they are poor spiritually, ആത്മീയമായും ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, in whatever form of poverty. ഏത് രീതിയിലായാലും ദാരിദ്ര്യം But അനുഭവിക്കുന്നവർ when they are members of this community, ഈ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഭാഗമായി തീരുമ്പോൾ they are blessed അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. because God എന്തുകൊണ്ടെന്നാൽ ദൈവം is on their side. അവരുടെ പക്ഷത്താണ്. God ദൈവം works with them അവരിൽ പ്രവർത്തിക്കുന്നു. to do away with the area of poverty that they are അവരുടെ experiencing, ദാരിദ്ര്യം മാറ്റുവാനായിട്ട് ദൈവം അവരോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. so that great Peruvian theologian അതുകൊണ്ടാണ് പെരുവിയയിലുള്ള ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നത്. Gustavo Gutierrez കസ്റ്റാവോ എന്ന് പറയുന്ന ആൾ, ആ ഒരു വ്യക്തി ഇപ്രകാരം പറയുന്നു. turns around and talks of the preferential option for the poor by God. ഈ പാവം പിടിച്ചവരെ അല്ലെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകമായ പദവിയുണ്ട് എന്നത്രേ പറയുന്നത്. Saying God takes the side of those who are poor. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പക്ഷം ചേരുന്ന ഒരു ദൈവം എന്നത്രേ അദ്ദേഹം പറയുന്നത്. So they are no longer alone and poor. അവര് ദൈവം പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ അവർ ഏകരല്ല, അവർ ദരിദ്രരുമല്ല. For when God is on my side, who shall be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? Because the kingdom of God takes their side and helps them in their struggle against all forms of poverty. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടിൽ അവരെ താങ്ങുവാൻ തക്കവണ്ണം ദൈവം അവരോട് കൂടെയുണ്ട്. Because the kingdom of God calls upon those who are not poor, who have plenty, to share with the poor. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ധാരാളമായി സമ്പത്തുണ്ടെങ്കിൽ അതില്ലാത്തവരുമായിട്ട് നിങ്ങൾ പങ്കിടണം എന്നുള്ള വലിയൊരു വെല്ലുവിളി നമുക്ക് തരുന്നുണ്ട്. Because the kingdom of God says to the poor, stand up for yourself and work yourself out of poverty. നിങ്ങളുടെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ നിങ്ങൾ കാലിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവരാജ്യം അവരെ ആഹ്വാനം ചെയ്യുന്നു. It also encourages those who have the privilege of having people depending on them to support them both financially and otherwise. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ അവരെ സാമ്പത്തികമായും അല്ലാതെയും അവരെ താങ്ങുവാനുള്ള വലിയൊരു ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഒരു വെല്ലുവിളിയായി നിങ്ങളോട് പറയുന്നു. And then it becomes the call that we get as the Evangelist Association from Luke chapter 4 verse 8. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. The Lord has called me to proclaim the kingdom of God to the poor. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. To preach good news to those who are experiencing all forms of poverty and say there is a community which is different from other communities. ഇങ്ങനെ ഉള്ള ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, ദൈവത്തിന്റെ ദാനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവര്, ഈ നമ്മുടെ ഈ സമൂഹം വ്യത്യസ്തമായ ഒരു സമൂഹമാകുന്നു എന്നുള്ള വലിയ ഒരു ദൂതാണ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. For God works with us ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു to change these situations that we see around us. നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാഹചര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. The second point that he makes, the blessing, is that blessed are those who mourn, for they shall be comforted. രണ്ടാമത് നമ്മൾ കാണുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ്. In a community that has a lot of hurting people, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവ് ഏൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. the women who are oppressed by culture, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകൾ പലയിടത്തും അടിച്ച് അമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. the young girls in my country who are faced with rape on a daily basis. ഞങ്ങളുടെ രാജ്യത്താണെന്ന് വരികിൽ പെൺകുട്ടികളൊക്കെയും ലൈംഗികമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച സാധാരണമാണ്. The widow who has lost her husband through political violence,
രാഷ്ട്രീയമായിട്ടുള്ള പല രീതിയിലുള്ള പീഡനങ്ങളുടെ ഫലമായിട്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളായിട്ടുള്ള അനേകരും ഞങ്ങളുടെ നാട്ടിലുണ്ട്. The worker who is faced with retrenchment because of the economic downturn. ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പല രീതിയിൽ ദുഃഖിക്കുന്നതായുള്ള ആൾക്കാരുണ്ട്. Those who live in fear of the future, ഭാവിയെക്കുറിച്ച് ഭയത്തോടുകൂടെ കഴിയുന്നതായുള്ള ആൾക്കാര്, because they don't know what might happen to them in their lives. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്കയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. In this alternative community which is the church, എന്നാൽ വ്യത്യസ്തമായ അനുഭവമുള്ള സമൂഹത്തിലെ വ്യത്യസ്തമായ സമൂഹമായിരിക്കുന്ന സഭയിൽ they are blessed. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. The problem is the promise is that they will not be mourning forever. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഇനിയും ദുഃഖിക്കുകയില്ല എന്നുള്ളതാണ്. God is working with them to comfort them. അവരെ ആശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം അവരോടുകൂടെ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Pain is reality in our lives today. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. We lose the people we love through diseases we mourn. നമ്മുടെയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകര് രോഗം മൂലമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. We see marriages breaking down right in our faces. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് കാണാം. And we cannot do anything to help. അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ ഒന്നും സാധിക്കാത്ത നിസ്സഹായരായി നമ്മൾ നിന്നു പോവുകയാണ്. So we mourn. അതിന്റെ മധ്യയാണ് നമ്മൾ നിന്നുകൊണ്ട് ദുഃഖിക്കുന്നത്, കരയുന്നത്. We see violence and brutality happening right in our faces with impunity. നമ്മുടെ ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള പീഡനങ്ങളും യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. And we mourn. അവിടെയൊക്കെ നമ്മൾ ദുഃഖിക്കുകയാണ്. We lose jobs and opportunities for all the wrong reasons. നമ്മുടെ ഇപ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വീഴ്ചയുടെ ഫലമായിട്ട് പലരും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. And we mourn. അവിടെയും അവര് ദുഃഖിക്കുകയാണ്. As a result, a lot of people live with mourning simply because things are not working out. സാഹചര്യങ്ങളൊക്കെയും ഇതുപോലെ പ്രതികൂലമായി തീർന്നതിനാൽ ദുഃഖത്തോടുകൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Jesus promises. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നത്. These things may be happening. ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. But in this community, ഈ ഒരു സമൂഹത്തിൽ you shall be comforted. നിങ്ങൾ ആശ്വസിക്കപ്പെടുന്നവരായിരിക്കും. You shall not be alone. നിങ്ങൾ ഏകരല്ല. For God is on your side. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. Of course, with the arrival of the gospel, സുവിശേഷത്തിന്റെ ആരംഭത്തോടുകൂടെ people are comforted by the church. ആ സഭകളൊക്കെയും ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ ദൂത് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Through its workers, through its priests, അച്ഛന്മാരിലൂടെ സഭയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരിലൂടെ, and even the gifts that the church gives to people. ജനങ്ങൾക്ക് പരസ്പരം കൊടുക്കുന്ന വിവിധങ്ങളായ ദാനങ്ങളിലൂടെ. So this is real. ഇത് യാഥാർത്ഥ്യമായി മാറുകയാണ്. But it does not end here. എന്നാൽ ഇത് ഇവിടെ തന്നെ അവസാനിക്കുന്നില്ല. It will come to its fullness. ഇതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ പോവുകയാണ്. With the kingdom of God that is among us. ദൈവരാജ്യം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. In this alternative community of people who care for one ഈ another. പ്രത്യേക തരത്തിലുള്ള ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടല്ലോ. All these tears നമ്മുടെ കണ്ണുനീരൊക്കെയും നമ്മുടെ ദുഃഖമൊക്കെയും നമ്മുടെ കണ്ണുനീരൊക്കെയും തുടച്ച് മാറ്റപ്പെടും. For God will dwell amongst his people. ദൈവം തമ്പുരാൻ നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ He shall be their God. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് they shall be his people. നമ്മൾ ദൈവത്തിന്റെ ജനങ്ങളായി മാറും. That's the message we need to go out with to the world as we call people to this community as the evangelization association. നമ്മുടെ സഭയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷീകരണം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തിലൊക്കെയും നമ്മൾ പോയിട്ട് ആളുകളെ ഈ പ്രത്യേകമായുള്ള സമൂഹത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയും ഇവിടെ ആശ്വസിപ്പിക്കുന്നതായുള്ള കർത്താവിന്റെ വചനം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. Blessed are those who are meek. അവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർക്ക് ശേഷം പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. For they shall be said to be the children of God. അവരെ ഭൂമിയെ അവകാശമാക്കും, ദൈവത്തിന്റെ പുത്രന്മാരായി തീരും. Meek again is another neutral and weak word.
ഇവിടെ മത്തായി ഉപയോഗിക്കുന്നതായുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നതായുള്ള പ്രത്യേക പദം ഒരു പ്രത്യേക അർത്ഥത്തിലാണ് അവിടെ ഈ സൗമ്യതയെ ഉപയോഗിച്ചിരിക്കുന്നത്. Matthew is trying to be soft as he's writing for the upper class and for the Jews. ഇവിടെ യഹൂദന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനത്തായിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ വളരെ ലഘുവായ രീതിയിൽ അവർക്കിത് അംഗീകരിക്കത്തക്ക രീതിയിൽ കുറച്ച് സൗമ്യമായ രീതിയിലാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. To avoid an unnecessary conflict. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊരു ധാരണയായിരിക്കാം ഒരു പക്ഷനിവരിൽ ഇതിന്റെ പിറകിലുള്ളത്. Luke puts it well and much more stronger. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ ശക്തമായ രീതിയിലാണ് പറയുന്നത്. Blessed are you when they hate you. മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ, when they exclude you, when they use you, നിങ്ങളെ ഭ്രഷ്ടരാക്കുകയും അവരെ നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുകയും ചെയ്യുമ്പോൾ, for the Son of Man's sake, ദൈവത്തിന്റെ പുത്രൻ നിങ്ങളോട് പറയുന്നത്, for your reward is big in heaven. നിങ്ങളുടെ ദാനമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ അനുഭവിക്കുന്ന ഒരു ഫലമാണ്. Or in the kingdom of God. ദൈവരാജ്യത്തിൽ നിങ്ങൾ അത് അനുഭവിക്കും. This alternative community that we are called to, ഈ പ്രത്യേക തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. is built in a secular world. ഈ ലൗകികമായുള്ള ഈ ലോകത്തിൽ ഒരു പ്രത്യേക തന്മയുള്ള സമൂഹമായി തീരുവാൻ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. A world that does not appreciate God. ദൈവത്തെ വേണ്ട രീതിയിൽ അംഗീകരിക്കുകയോ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Because on the one hand you've got religion. നിങ്ങളുടെ ഒരു കയ്യിൽ നിങ്ങൾക്ക് മതമുണ്ട്. On the other you have science. നിങ്ങളുടെ മറുകൈയിൽ നിങ്ങൾക്ക് സയൻസ് ഉണ്ട്. And so sometimes this community is seen as a community that is backward. ഈ സമൂഹം ഒരു പക്ഷം വരികിൽ അതുകൊണ്ട് പലപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് അതിനെ ചിത്രീകരിച്ചേക്കാം. So to be part of this alternative community is a challenge on its own. ഈ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. Because the world is not just going to embrace you and celebrate you when you call it to this community. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ലോകം നിങ്ങളെ ആശ്ലേഷിക്കാൻ പോകുന്നില്ല, ലോകം നിങ്ങളെ ഒരുപക്ഷെ അഭിനന്ദിക്കാനും പോകുന്നില്ല. Sometimes it will despise you. ഒരു പക്ഷം വരികിൽ ചിലപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞു എന്ന് വരാം. Sometimes it will make you think you are stupid. നിങ്ങളുടെ കാര്യം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഒരു പക്ഷേ നിങ്ങളെ നയിച്ചു എന്ന് വരാം. Sometimes they will persecute you for your belief. നിങ്ങൾക്ക് ചിലപ്പോൾ പീഡനങ്ങൾ തന്നു എന്ന് വരാം. It is in that kind of situation that you will be blessed when you don't retaliate with violence. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ക്രൂരമായി പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുവാനിടയാകുന്നത്. The right word that maybe could be used is that you remain humble. Blessed are those who are humble in the midst of suffering. ഇങ്ങനെയുള്ള കഷ്ടതകളുടെ മധ്യത്തിൽ, അങ്ങനെയുള്ള സമൂഹത്തിൽ നിങ്ങൾ എത്രയും വിനയമുള്ളവരായിട്ട് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുന്നത്. For God shall reward that humbleness. അങ്ങനെയുള്ളതിനാണ് ദൈവം പ്രതിഫലം തരുന്നത്, നമ്മുടെ വിനയാന്വിത ഭാവത്തിന്. This is because in God's household, ഇത് ദൈവത്തിന്റെ ഒരു രാജ്യത്തിൽ നമ്മൾ ആയി തീർന്നിരിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നതായുള്ള ഒരു പദവിയാണ്. justice will roll down like waters and righteousness like a mighty stream. നീതി ജലം പോലെ ഒഴുകട്ടെ, ന്യായം വെള്ളം പോലെ ഒഴുകട്ടെ എന്ന് നമ്മൾ വായിക്കുന്നത് ഈ തരുണത്തിലാണ്, ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. The pain and struggle and suffering that you are experiencing when you go around evangelizing the word of God is not going to be there forever. നിങ്ങൾ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികൾ, പീഡനങ്ങൾ, നിങ്ങൾക്ക് നേരിടുന്ന വിഷമസന്ധികൾ, ഇതൊക്കെയും നിങ്ങൾക്ക് ഭാവിയിൽ ഇല്ലാതാകുവാനായിട്ട് പോകുന്നു. കാരണം ദൈവം നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് പ്രതിഫലം തരികയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ പോകുന്നു. Our God will triumph and conquer that for us. നമുക്ക് വേണ്ടി ദൈവം അവിടെ വിജയം കണ്ടെത്തും, അതിനെയെല്ലാം ദൈവം കീഴ്പ്പെടുത്തിയിരിക്കും. At the end of it all
evil and ungodliness will never win. ദൈവത്തിൻ്റെതായിട്ടുള്ള അല്ലാത്തത് ഒന്നും തന്നെ അവസാനത്തോളം നിലനിൽക്കുന്നതല്ല, അത് വിജയിക്കുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. At the moment when we are still faced by this opposition and persecution, ഈ പ്രതിസന്ധികളെയൊക്കെയും നിങ്ങൾ നേരിടുമ്പോൾ, പല രീതിയിലുള്ള പീഡനങ്ങളൊക്കെയും നിങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ it may look like the forces against you are winning. നിങ്ങൾക്ക് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരാണല്ലോ ഇപ്പോൾ ജയിക്കുന്നത് എന്ന്. No, ഒരിക്കലും അല്ല തന്നെ. church history has taught us. സഭയുടെ ചരിത്രം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. At the end, അവസാനത്തിൽ God wins. ദൈവം തന്നെ ജയിക്കും, വിജയിയായി തീരും. The good wins. നന്മ എപ്പോഴും ജയിക്കും. Truth wins. സത്യം എപ്പോഴും ജയിക്കും. Lies never win. കള്ളത്തരം ഒരിക്കലും വിജയിക്കുകയില്ല. In South Africa, സൗത്ത് ആഫ്രിക്കയില് there was once a belief that apartheid was very, very powerful. അവിടെയുള്ള വംശീയമായിട്ടുള്ള ചിന്തകളും അങ്ങനെയുള്ളതായിട്ടുള്ള പല രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. Just the belief that people are senior and important to others based on the color of their skin. അവരുടെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനത്തോടുകൂടെ കണ്ടിരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം. It lasted only 40 years. അത് കുറെ നാളുകളൊക്കെ നിലനിന്നു. At the end, എന്നാൽ അതിന്റെ അവസാനത്തിൽ truth won. സത്യം ജയിക്കുക തന്നെ ചെയ്തു. Today we are one people. ഞങ്ങൾ ഇന്ന് വിജയികളായി നിലനിൽക്കുന്നവരാണ്. We are living together. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ജീവിക്കുന്നു. Peacefully. നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നു. Because God എന്തുകൊണ്ടെന്നാൽ ദൈവം ensures that truth of the alternative community prevails. വ്യത്യസ്തമായുള്ള ഈ സമൂഹത്തിൽ സത്യം ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള സത്യം യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. So truth will one day win even in your suffering. സത്യം എന്ന് പറയുന്നത് ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും. The meek are those who are enduring unending suffering. ഈ സൗമ്യതയുള്ളവര് അവരുടെ ജീവിതകാലത്തൊക്കെയും പലപ്പോഴും പല രീതിയിലുള്ളതായുള്ള പീഡനങ്ങളൊക്കെയും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. Martin Luther King called this and argued that unending suffering is redemptive. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നത് എന്താണെന്ന് അറിയാവോ? അകാരണമായി നിങ്ങൾക്കുണ്ടാകുന്നതായുള്ള കഷ്ടത എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ ഒരു അനുഭവമായി നിങ്ങൾ കാണണമെന്നുള്ളതാണ്. As evangelists and preachers and witnesses of the Matoma Church in your communities and villages, നമ്മുടെ മാർത്തോമാ സഭയിലുള്ള സുവിശേഷകര് അവര് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ദൈവിക പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്ന ആൾക്കാരൊക്കെയും you are reminded to remain humble നിങ്ങൾ before God. വിനയാന്യതരായിട്ട് നിൽക്കണം എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. Never ever encourage reaction that undermines peace. നിങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ഇടപെടരുത്. നിങ്ങൾ വിപ്ലവാത്മകമായ ഒരു മാർഗവും അവിടെ സ്വീകരിക്കരുത്. Because people of this alternative community believe in peace and are an example of peace. എന്തുകൊണ്ടെന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിൽ വസിക്കുന്നവർക്ക് അവരുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥയത്രേ. The other one says, blessed are the merciful, because they shall be rewarded with mercy. തുടർന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. In a context like we live in today's world, where people one way or another, they feel persecuted, oppressed, deprived, and face all sorts of brutalities. നമ്മൾ വസിക്കുന്ന ഈ സമൂഹത്തിൽ ആളുകൾ തമ്മിൽ പരസ്പരം കലഹം കൂടുന്നവരും ഷണ്ട കൂടുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Then there is the temptation to want to stand up and respond to that persecution. അങ്ങനെയുള്ളതായുള്ള പീഡനങ്ങളോട് പ്രതികരിക്കാനായിട്ടുള്ള വലിയൊരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. The Jews themselves were divided during that time of Jesus. യേശു ക്രിസ്തുവിന്റെ കാലത്തെ യഹൂദന്മാർ തന്നെ പല വിഭാഗമായിട്ട് വിഭാഗിക്കപ്പെട്ടിരുന്നു. That's why you had the Pharisees, who were the zealots, the people who were fighting for the freedom of the Jews. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നുള്ള പരീശന്മാര് ഒരു വിഭാഗമായിട്ട് നിലനിന്നു. You had the Sadducees, who were the elites who knew the law. നിയമങ്ങളൊക്കെ അറിയാവുന്നവരും ഉന്നത നിലയിൽപ്പെട്ടവരുമായുള്ള സാധുക്യെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
And you had other power structures in the community. പല രീതിയിലുള്ള ആ സമൂഹത്തിൽ പല രീതിയിലുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ, പല രീതിയിൽ അധികാരം കയ്യിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. In fact, the disciples who followed Jesus, some of them had a political agenda, not a religious agenda. അവരുടെ മധ്യത്തിൽ നിന്ന് വന്ന ശിഷ്യന്മാരാണല്ലോ. അവർക്ക് ഒരു പക്ഷം വരിയിൽ ചില ആളുകൾക്കെങ്കിലും ഇതുപോലെയുള്ള രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങൾ അവരുടെ വരവിലുണ്ടായിരുന്നിരിക്കാം. You remember them asking Jesus, are you going to bring back the power of the Jewish or the freedom of Israel? ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണോ കർത്താവേ നീ വന്നിരിക്കുന്നതെന്ന് ശിഷ്യന്മാരിൽ ചിലർ കർത്താവിനോട് ചോദിച്ച ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. He says, no, my kingdom is not that kingdom. എന്നാൽ എൻ്റെ രാജ്യം ലൗകികമല്ല എന്നത്രേ കർത്താവ് പറയുന്നത്. The kingdom that I am talking about, it's a kingdom of love. ഞാൻ ഇവിടെ സംസാരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രാജ്യമാണ്. It's a community built on peace. സമാധാനത്താൽ അടിസ്ഥാനപ്പെട്ട ഒരു രാജ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. A community built on justice. നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. A community where everybody matters. എല്ലാവർക്കും അവരവരുടേതായ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. That's the kind of community that I'm called, a community that is merciful. ഒരു ദയാലുവായുള്ള കരുണ കാണിക്കുന്ന അനുഭവമുള്ളതായുള്ള ഒരു സമൂഹത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. The people who are going to exercise mercy to one another so that people live by mercy and peace in the world. ലോകത്തിൽ കരുണ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയിലൂടെയുള്ള ഇടപാടുകളിലൂടെ ലോകത്തിന് വലിയ ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു അനുഭവമാണ് ഈ സമൂഹത്തിലൂടെ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. And the other principle that is given to us, നമുക്ക് നൽകിയിരിക്കുന്ന മറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിയമം എന്താണെന്ന് ചോദിച്ചാൽ, blessed are those who are pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. It is very difficult to imagine the pure. ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുവാനായിട്ട് അല്പ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. I don't know about you, but I know about myself. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. I've lived the life of a Christian all my life. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത്. And I've tried to strive towards being pure. ഞാൻ ഒരു വിശുദ്ധനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവനാണ്. I have struggled to be pure. എന്നാൽ ഒരു വിശുദ്ധനായിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I never reached that state of perfection. അങ്ങനെയുള്ള ഒരു വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഇതുവരെയും ഞാൻ എത്തിച്ചേർന്നിട്ടില്ല. I struggle towards it. ഞാൻ അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ബദ്ധപ്പാടിലാണ്. I work day in day out to try and be pure. അങ്ങനെ വിശുദ്ധനായി തീരുവാൻ തക്കവണ്ണം രാവും പകലും ഒക്കെ ഞാൻ ഒരുപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. I may not even express the impurity in me, but the thoughts that go on in me are not all pure. ഞാൻ പുറമെ ഇങ്ങനെ എൻ്റെ അശുദ്ധി ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന പല ചിന്തകളും വിശുദ്ധമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. But one of the requirements of the alternative community, എന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, is that people should strive for purity. വിശുദ്ധിക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ളതാണ്. They have to attempt for purity. ആ വിശുദ്ധിക്ക് വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, വാഞ്ചിച്ചുകൊണ്ടിരിക്കണം, അധ്വാനിക്കണം. In this same world that is impure, ഈ അവിശുദ്ധമായ ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. A community of believers is expected to be exemplary of those who are pure. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്ന സഭ എന്ന് പറയുന്നത് ലോകത്തിന് വലിയ ഒരു മാതൃകയായിരിക്കാൻ ബാധ്യതയുള്ള ഒരു സമൂഹമാണ്. So who is pure? ആരാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്? Can we point at any human being who is pure in heart? ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്ന് കാണിച്ചു തരാമോ? Certainly I am not one of those. ഏതായാലും ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെന്ന് എനിക്കറിയാം.
my mind wanders around all over the place. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. Sometimes I even say things I'm not supposed to say. ഞാൻ പറയരുതാത്ത കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. Sometimes I emphasize things that are going to hurt other people. ഞാൻ മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്നതായുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ട്. The point Matthew is making is that എന്തുവാ മത്തായി സുവിശേഷത്തിൽ പറയുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, blessed are those who long for purity. ഹൃദയശുദ്ധിക്ക് വേണ്ടി വാഞ്ചിക്കുന്നവൻ ആരാണോ അവൻ വിശുദ്ധിയിലേക്ക് പോകുന്നു എന്നത്രേ. In his mind as a Jew, purity was received through the religious rituals. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദേവാലയത്തിലെ ചില ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. That you underwent in the temple. ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് നടക്കുന്നത്. For us, purity comes as we seek to participate in God's agenda. ദൈവത്തിൻ്റെതായുള്ള പദ്ധതിയുടെ ഭാഗമായി തീരുമ്പോഴാണ് നമ്മളിൽ വിശുദ്ധി വരുന്നത്. Living His will and worshiping with others to be closer to Him. ദൈവഹിതപ്രകാരം ജീവിക്കുകയും മറ്റുള്ളവരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. It is all about an attempt to be closer to God. ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്രത്യേക വാഞ്ച നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ശ്രമം നടക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. It is about taking the disciplines of the church seriously. സഭയുടേതായുള്ള ക്രമങ്ങളെ ഒക്കെയും നമ്മൾ ക്രമമായിട്ട് അനുഷ്ഠിക്കുന്നതായുള്ള അവസരത്തിൽ അതും വിശുദ്ധിയുടെ ഒരു ഭാഗമാണ്. It is about prayer, feeding from His word, attending worship, dealing with dirty thoughts and other things that might be making us not to be merciful. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും വചനധ്യാനം നടത്തുന്നതും വചന കേൾവിയും എല്ലാം തന്നെ നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. Longing for God grows us in our attempt to be pure and spiritual. ദൈവത്തിന് വേണ്ടിയുള്ള വാഞ്ച എന്ന് പറയുന്നത് തന്നെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാകുന്നു. But how do we become and how do we live as a pure community in a world that is sinful? ഇങ്ങനെ പാപഭംഗിലമായ ഒരു ലോകത്തിൽ എങ്ങനെ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാനോ വിശുദ്ധിയുടെ ഭാഗമായി ഒരു സമൂഹം നയിപ്പാനോ നമുക്ക് സാധിക്കും? One monk was longing to be holy, and so he asked God, how can I be holy? ഒരു സന്യാസി ഒരു ദിവസം വിശുദ്ധനാകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് ഞാൻ എങ്ങനെയാണ് വിശുദ്ധനാകേണ്ടത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. God responded to him by saying, go out to the outskirts of the city. ഈ നഗരത്തിന് പരിധി വെളിയിൽ നിങ്ങൾ ചെല്ലുന്ന അവസരത്തിൽ അവിടോട്ട് ചെല്ലുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. The one man you are going to meet at the outset of the city, ask him this question. ഈ നഗരത്തിന്റെ പരിധിക്ക് വെളിയിൽ നീ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണും, അവനോട് നീ ഈ ചോദ്യം ചോദിക്കണം. And indeed he went out of the city. അവന് ഈ നഗരത്തിന് വെളിയിലേക്ക് പോയി. And he met this man who was busy doing his work. അവിടെ ആ പ്രത്യേക ആ മനുഷ്യനെ ഇദ്ദേഹം ആ നഗരത്തിന് വെളിയിൽ കണ്ടുമുട്ടി. He says, I am searching for an answer of how I can be holy. അദ്ദേഹത്തോട് ഇയാൾ പറഞ്ഞു, ഞാൻ ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യമെന്ന് പറയുന്നത് എങ്ങനെ വിശുദ്ധനായി തീരുവാൻ സാധിക്കും, and pure. എങ്ങനെ വിശുദ്ധനാകാം. And the monk answered him. This man answered him. ഈ മനുഷ്യനെ ഇദ്ദേഹത്തോടെ തിരിച്ചു പറഞ്ഞു, says, man, I am very busy man. ഞാൻ സാധാരണ വളരെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ബദ്ധപ്പാടുള്ള ഒരു മനുഷ്യനാണ്. I have no time to be sitting around doing nothing, trying to understand how to be pure. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും എനിക്ക് വേണ്ട രീതിയിൽ സമയം കിട്ടാറില്ല. I have bills to pay and children to raise, so I have to work. എനിക്ക് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം, എൻ്റെ കുടുംബത്തെ പുലർത്തണം. അതിനുവേണ്ടിയൊക്കെ ഞാൻ അധ്യധ്വാനം ചെയ്യുന്നതാൾ ഒരു വ്യക്തിയാണ്. But there are three things that I do. എന്നാൽ സാധാരണയായിട്ട് ഞാൻ 3 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. When I wake up in the morning, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ I shout. ഞാൻ ഉറക്കെ വിളിച്ചു പറയാറുണ്ട്, praise the Lord for life. ദൈവമേ ജീവിതത്തിനായിട്ട് നിനക്ക് സ്തോത്രം എന്ന് പറയാറുണ്ട്. And then I go to work. ഞാൻ ജോലിക്ക് പിന്നീട് പോകുമ്പോൾ I work and get busy. ഞാൻ ജോലിയിലൊക്കെ വ്യാപൃതനായിരിക്കും.
And then as I do my work, ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് I say to you, O Lord, be glory. ഞാൻ ദൈവത്തിന് എനിക്ക് തന്നതായുള്ള ഈ അവസരങ്ങൾക്കൊക്കെ മഹത്വം കൊടുക്കും. And then I come back home. ഞാൻ തിരികെ വീട്ടിൽ വരും. When I am about to sleep, ഞാൻ ഉറങ്ങുന്നതിന് മുൻപായിട്ട് I then say to your hands, O Lord, I lay my soul. ദൈവത്തോട് ഞാൻ പറയും, ദൈവമേ നിന്റെ കയ്യിലേക്ക് എന്നെ തന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. He says these simple prayers ഈ 3 ലഘുവായിട്ടുള്ള പ്രാർത്ഥന reminds me the whole day എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. that I do not live for myself. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയല്ല, I live for God. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. I am not, yes, I may be on this earth. ഞാൻ ഈ ലോകത്തിൽ എന്നുവരെ ജീവിക്കും എന്നുള്ളത് അറിയത്തില്ല. But I am not for this earth. ഞാൻ ഈ ലോകത്തിന് വേണ്ടിയുള്ള ആളല്ല. I belong to a different community. ഞാൻ വ്യത്യസ്തമായ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. So my whole day and my whole life എൻ്റെ ദിവസം മുഴുവനും എൻ്റെ ജീവിതം മുഴുവനും is given to the one who is my God. എൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ സമയം മുഴുവനും ഞാൻ കൊടുത്തിരിക്കുകയാണ്. So indeed when I wake up I say praise the Lord. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ എണീക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ നിനക്ക് സ്തോത്രം ഈ ജീവിതത്തിന് വേണ്ടി. As I drive my car at work, as I teach children, as I do my work as a manager, I then say, glory be to God, I dedicate this work to you, O Lord. എൻ്റെ ജോലിയിലൊക്കെ വ്യാപൃതനായി കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ നിനക്ക് മഹത്വം, ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ കൂടെയൊക്കെയും നിനക്ക് ഞാൻ മഹത്വം കരയറ്റുന്നു. And when I go home to sleep, tired, with fatigue, exhausted, looking forward to a peaceful sleep, ഞാൻ ക്ഷീണിതനായിട്ട് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായി ഉറങ്ങുവാൻ പോകുമ്പോൾ I turn to God. ഞാൻ ദൈവത്തോട് പ്രകാരം പറയും, to your hands, O Lord, ദൈവമേ നിന്റെ കയ്യിലേക്ക് I lay my soul. ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. Can we teach the world as the evangelist of this great church? സുവിശേഷകരെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ലോകത്തെ ഒന്ന് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? Can you imagine if every person we meet can just remember that every morning when they wake up they must praise God for life? എല്ലാ ദിവസവും ഉണരുന്ന അവസരത്തിൽ ദൈവമേ എൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം ആളുകളെ നിങ്ങൾക്ക് ബോധവൽക്കരിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ട് സാധിക്കുമോ? As they work doing their job, they can say, this is not just a job I'm doing to earn a living at the end of the month, but I do it to the glory of God. നിങ്ങളുടെ ജോലി കാര്യങ്ങൾ നിങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ എൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം പറയാതെ കണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു, ദൈവത്തെ എൻ്റെ ജോലിയിലൂടെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? So that every job that we do, we see it as our role to serve God. ഇത് എല്ലാം നമ്മുടെ ഏത് ജോലിയായിരുന്നാലും ഏത് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരുന്നാലും ഇത് ദൈവത്തിൻ്റെതായുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ അതിനെ കാണണം. Whether we're cleaning the streets, whether we're cleaning the streets or the roads, നമ്മൾ റോഡുകളോ പരിസരങ്ങളോ ഒക്കെ ശുചിയാക്കുന്ന അവസ്ഥയിൽ, whether we're driving cars, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, whether we're teachers, ഞാൻ പഠിപ്പിക്കുമ്പോൾ, whether we're nurses, ഞങ്ങൾ മെസ്സുകൾ ജോലി we ചെയ്യുമ്പോൾ can do what we do to the glory of God as our witness. നമുക്ക് ചെയ്യാവുന്നതൊക്കെയും ചെയ്യുക, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ ഇതൊക്കെയും ഉതകണം. We can evangelize through our work നമ്മുടെ ജോലിയിലൂടെ നമുക്ക് സുവിശേഷം അറിയിപ്പാനായിട്ട് സാധിക്കും. and give glory to God. ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ സാധിക്കും. And then when we sleep in the evening, ഈ 4 മണി സമയത്ത് we don't do long prayers. നമ്മൾ ദീർഘമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നില്ല. We don't need endless rituals. നമുക്ക് ദീർഘമായ പ്രാർത്ഥനകൾ അതുപോലെയുള്ള But റിച്വൽസ് we can remember, എന്നാ ഒരു കാര്യം നമുക്ക് ഓർക്കാം, in your hands നിങ്ങളുടെ കൈകളിൽ I lay my soul. എന്റെ ദൈവമേ നിന്റെ കയ്യിലേക്ക് എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. Part of working for the purity of heart നമ്മളിലെ വിശുദ്ധിയുടെ അനുഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ is having prayers, texts and hymns. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും നമുക്ക് ഈ ഒരു സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം. But more than that, അതിനേക്കാൾ ഉപരിയായിട്ട് is dedicating ourselves. നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. The last point, അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, blessed
are the peacemakers. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. For they shall be called the children of God. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. Our world is messed up by war. നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് പല രീതിയിലുള്ള യുദ്ധങ്ങളും കലഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായുള്ള ഒരു ലോകമാണ്. As a people living in this age, we have done amazing discoveries. നമ്മൾ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. Who would have thought that people will put a man in the moon, an astronaut? നമുക്ക് സൂര്യനിൽ ചന്ദ്രനിൽ ആളുകളെ അയപ്പാൻ തക്കവണ്ണമുള്ള സയന്റിഫിക്കായിട്ട് സയൻസ് പരമായിട്ട് വലിയ വളർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. Who would have thought that human beings will invent an aeroplane so that I can travel within 10 hours to Africa and even come back? എയറോപ്ലെയിനൊക്കെ കണ്ടുപിടിച്ച് ലോകത്തിൻ്റെ പല സ്ഥലത്തേക്കുമൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പണ്ടൊക്കെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? You look at Dubai, you wonder who would have thought that people would build such beautiful buildings and cities on desert and in waters. മണലാരണ്യത്തിൽ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് ആ മണലാരണ്യത്തെയൊക്കെയും മനോഹരമാക്കി തീർക്കുവാനൊക്കെ സാധിക്കുമെന്ന് മുൻപ് സ്വപ്നം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? We seem to have control of this earth in our hands. നമ്മുടെ കയ്യിൽ പലതിൻ്റെയും നിയന്ത്രണമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നൂടെ നമുക്ക് ഒരു പരിധി വരെ ബോധ്യപ്പെടും. But bishops say we fail to create peace. എന്നാൽ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് വരികിലും സമാധാനം നിർമ്മിക്കുന്നതിൽ സമാധാനം ഉണ്ടാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതൊരു നഗ്ന സത്യം മാത്രമാണ്. Everywhere you turn there is war. നമ്മൾ എവിടൊക്കെ നോക്കിയാലും അവിടെ കലഹവും യുദ്ധങ്ങളും ഒക്കെ ഉള്ളൂ. People are killing one another. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുന്ന അനുഭവം. It looks simple to me to have peace. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ മധ്യേ നമുക്ക് സമാധാനം കാക്ഷിപ്പാൻ സാധിക്കുന്നത്? If we can do all these things that we've done as a result of science. നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞതായുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനും കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുമെന്ന് വരികിൽ I think it should be easy to love my brother than to build an AK-47 to kill him. ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ സഹോദരനെ കൊല്ലുവാനായിട്ടുള്ള ഒരു തോക്ക് കണ്ടുപിടിക്കുന്നതിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. This world that we live in has become a danger zone for all people. ഈ ലോകം എന്ന് പറയുന്നത് വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ലോകമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. But this Evangelization Association is called to be messengers of peace. ഈ സമാധാനത്തിൻ്റെ വാഹകരായിരിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ സുവിശേഷകരെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. This world longs for you to come as a messenger of peace in your own local community. നിങ്ങൾ സമാധാനത്തിൻ്റെ വാഹകരായിട്ട് ഞങ്ങളുടെ മധ്യയിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരൊക്കെയും നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. Now peace is not just the absence of war. ഈ സമാധാനം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത ഒരവസ്ഥയ്ക്ക് മാത്രമല്ല. It's much more complex than that. അതിനേക്കാൾ കൂടുതൽ ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. But in the Jewish community it means shalom. That means life in its fullness. യഹൂദന്മാരാണെന്ന് വരികിൽ സമാധാനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഷാലോം എന്നുള്ള വാക്കാണ്. അത് ജീവിതത്തിൻ്റെ ഒരു സമ്പൂർണ്ണതയെ അർത്ഥമാക്കുന്ന വാക്കാണ്. It refers to wholeness. When a person is greeted and say shalom, peace to you. നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അവൻ്റെ വ്യക്തിത്വത്തിൽ സമ്പൂർണ്ണമായി അനുഭവിക്കേണ്ട ഒരു സമാധാനത്തെക്കുറിച്ചാണ് ആ വാക്കുകളിലൂടെ വിവക്ഷിക്കുന്നത്. In the school that I work for at my university, I've got a friend who is Muslim. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു കൂട്ടുകാരനോട്, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. We've got a way that we greet one another. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നതിന് പ്രത്യേക വാക്കുകളുണ്ട്. When he meets me, എന്നെ കാണുമ്പോൾ അദ്ദേഹം or പറയും, sometimes he's writing an email to me, അദ്ദേഹം എൻ്റെ അടുക്കൽ വരുന്ന ആൾ, and sometimes I'm writing an email to him. അദ്ദേഹത്തിന് ഞാൻ എഴുതുന്ന ആൾ ഒരു മെയിൽ The അയക്കുന്ന ആളുടെ greeting that സമയത്ത് we use
അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കുന്ന Because in my വാക്യം എന്ന് country, പറയുന്നത് Christianity is dominant. എൻ്റെ ക്രിസ്തു മതമാണല്ലോ ഞങ്ങളുടെ ദേശത്ത് മുഖ്യമായിട്ട് നിലനിൽക്കുന്നത്. And Islam is a minority. അവിടെ ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അത്ര കൂടിയ ഒരു സമൂഹമല്ല, ഒരു മൈനോറിറ്റി ആയിട്ട് അവിടെ നിലനിൽക്കുന്നതാണ്. To make things worse, he is a black person who is a Muslim in that country. അവിടെ ആ രാജ്യത്തെ മുസ്ലിം സഹോദരനായിട്ട് നിൽക്കുന്ന ഈ വ്യക്തിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ളത്. So it's very difficult for them. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ദേശത്ത്. We then agreed that every time we meet, ഞങ്ങൾ പരസ്പരം കാണുന്ന സമയത്ത് ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, I will greet him using the Islam way of greeting. മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അഭിവാദ്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. To honor him, to honor his faith, to respect him, so that there is peace between me and him, and other Christians and Muslims can see peace between the two of us. ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്ന അവസരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൈമാറുന്ന രീതിയിലുള്ള അഭിവാദ്യങ്ങളാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരേണ്ടതായുള്ള ഒരു അഭിവാദ്യം തന്നെയാണ്. So whether I am writing an email to him, I'm talking to him over the phone, or I'm doing what, I say salam alaikum my brother. ഞാൻ അദ്ദേഹത്തിന് ഇമെയിൽ അയക്കുമ്പോഴോ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഒക്കെയും ഞാൻ അദ്ദേഹത്തോട് പറയാറുള്ള ഒരു അഭിവാദ്യം എന്ന് പറയുന്നത് സലാം അലൈക്കും എന്നുള്ള അഭിവാദ്യമാണ്. And he responds back to me with the same words, al salam my brother. ഇങ്ങോട്ട് തിരിച്ച് അദ്ദേഹം എനിക്ക് എഴുതും അൽ സലാം എൻ്റെ സഹോദര എന്നുള്ള അഭിവാദ്യം. At times my Christian brothers and sisters didn't like what I was doing. ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷം വരെയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരോ എൻ്റെ സഹോദരങ്ങളോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. They thought I was polluting the Christian faith and I was losing my faith. ഞാൻ എൻ്റെ ക്രിസ്തു മതത്തെയും എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെയും ഒരു പരിധിവരെ കളങ്കം ചേർക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം. But they've begun to join us in our department. There are some who are beginning to greet one another freely. എന്നാൽ ഞങ്ങളൊക്കെയും അവിടെ പരസ്പരം വളരെ സാഹോദര്യത്തോടുകൂടെ സമാധാനം എന്നുള്ള അഭിവാദ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സംസ്കാരം ഞങ്ങൾക്കുണ്ട് അവിടെ. And some few years back we were joined in our school by somebody who is a Hindu who is teaching Hindu in our school. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അധ്യാപകൻ അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. He was very worried how he was going to work in a department that has got so many Christians and he was going to be Hindu alone. ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ഒരു സമൂഹത്തിൽ ആ ഒരു സ്കൂളിൽ ഞാനൊരു ഹിന്ദു ഏകനായിട്ട് എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. When I heard that he was coming, I looked from my Hindu friends, how do you greet a Hindu person? ആ സഹോദരൻ ഞങ്ങളുടെ സ്കൂളിൽ ചേരാൻ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മറ്റൊരു കൂട്ടുകാരിൽ നിന്ന് ഞാൻ പഠിച്ചു എങ്ങനെയാണ് ഒരു ഹിന്ദുവിനെ കാണുന്ന ഉടനെ ഇങ്ങനെ പരസ്പരം അഭിവാദ്യം ചെയ്യേണ്ടതെന്ന്. And they said you must say namaste. അങ്ങനെ കാണുന്ന അവസരത്തിൽ നമസ്തേ പറഞ്ഞു വേണം അഭിവാദ്യം ചെയ്യാൻ എന്നുള്ളത് ഞാൻ പഠിച്ചു. And when he came for the first time when we met, I said namaste my brother. അദ്ദേഹം സ്കൂളിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമസ്തേ സഹോദര. He nearly fell back and I held him. അദ്ദേഹം ആശ്ചര്യപരിതന്ത്രനായി പോയി. And then we became friends. ഞങ്ങൾ അവിടെ കൂട്ടുകാരായി തീർന്നു. Wherever we go, when we are at work and we meet in the corridors, I now say to him, namaste my brother. എപ്പോഴൊക്കെ അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നു സ്കൂളിലെ ഏതെങ്കിലും പരിസരത്ത് വെച്ച് കാണുമ്പോൾ അപ്പോഴൊക്കെയും ഞാൻ പറയും നമസ്തേ സഹോദര. And he reminds back and says namaste to me, or he then says peace to you my brother. തിരിച്ച് അദ്ദേഹം പറയും നമസ്തേ എന്ന് തന്നെ പറയും, ചിലപ്പോൾ പറയും നിനക്ക് സമാധാനം എന്ന് പറയും. Because we are members of an alternative community. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വ്യത്യസ്തമായ സമൂഹത്തിന്റെ അംഗങ്ങളാണ് എന്നുള്ളത് തന്നെ. We cannot adopt and live according to the standards of hate that we see in our community in KwaZulu-Natal. നമ്മുടെ സമൂഹത്തിൽ കാണുന്നതായുള്ള വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രീതി നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ ഒക്കത്തില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമവും പ്രമാണവുമാണ് ഈ വ്യത്യസ്ത സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടത്. For this is a community of peace. ഈ സമൂഹം എന്ന് പറയുന്നത് that has to teach the world. It has to teach the world peace. ലോകത്തെ സമാധാനം പഠിപ്പിക്കേണ്ടതായുള്ള ഒരു സമൂഹമാണ്. I close with a short story. ഒരു ചെറിയ കഥയോടുകൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കാം.
A story in a village or in a town, they once called a competition. ഒരു വലിയ മത്സരം നടത്തുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഒരു സ്ഥലത്ത് ഉണ്ടായി. They wanted to build peace and promote peace in that community because there was no peace. ആ സമൂഹത്തിൽ സമാധാനം വളർത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകത ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രത്യേക മത്സരം അവിടെ സംഘടിപ്പിച്ചത്. And then they called all the artists of who are drawing in that community to come forward. ആ സമൂഹത്തിലുള്ള കലാകാരന്മാരെ എല്ലാം ഒരുമിച്ച് അവിടെ വിളിച്ചു വരുത്തി. To draw a photo that is going to depict peace in that community. സമാധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പടങ്ങൾ വരയ്ക്കാം. എന്നാൽ നിങ്ങൾ വരയ്ക്കുന്ന പടങ്ങളൊക്കെയും നമ്മുടെ സമൂഹത്തിൽ സമാധാനം കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു. People entered the competition. എല്ലാ ഈ കലാകാരന്മാരും ഒരുമിച്ച് വന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തു. The judges selected out of all the big numbers that they were there. ധാരാളം പേര് ഇതിൽ പങ്കെടുത്തെന്ന് വരികിലും അതിൽ പ്രധാനപ്പെട്ട ചില പടങ്ങളൊക്കെയും സെലക്ട് ചെയ്യപ്പെട്ടു. They had 3 best artwork that had been put together. ഉള്ളതിൽ നല്ലത് എന്ന് തോന്നിയതായിട്ടുള്ള 3 പടങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചു. This one was of a steam engine. അതിൽ ഒരു പടം എന്ന് പറയുന്നത് ഒരു ആവി എഞ്ചിന്റെ പടമാണ്. That was not even moving but was just calm where it was. ഈ ആവി എഞ്ചിൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതല്ല, നിശ്ചലമായിട്ട് ഒരിടത്ത് കിടക്കുന്നതാണ് ഒരു എഞ്ചിനാണ്. It was not troubling the environment. ഇത് പ്രകൃതിക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നില്ല. It was not placing people in any danger. ഒരു രീതിയിലുള്ളതായുള്ള കുഴപ്പങ്ങളും ആളുകളിൽ ഉണ്ടാക്കുന്നില്ല. It was just standing still. ഇത് ഒരിടത്ത് നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു യന്ത്രമാണ്. And the artist said it depicts peace. ഈ നിശ്ചലമായിട്ട് കിടക്കുന്നതായുള്ള ഈ യന്ത്രത്തിന് സമാധാനം എന്നുള്ള തലക്കെട്ട് ഈ കലാകാരൻ കൊടുത്തു. This one did not win, but it was the 3rd one. ഇത് 3ാം സ്ഥാനം മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ ഈ പടത്തിന്. The second one was a child. ഈ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ പടമാണ്. Who was carried by his mother on her shoulder. അമ്മയുടെ തോളത്ത് നിശ്ചലമായി കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ പടം. The child was sleeping on the mother's shoulder very calmly and peacefully as the mother was walking with the child. അമ്മയുടെ തോളത്ത് കിടന്ന് സ്വച്ഛമായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ ഒരു പടം. ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ സമാധാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ചിത്രകാരൻ ആ പടം വരച്ചത്. It sought to depict peace and calmness in the hands of the mother. ആ അമ്മയുടെ ദേഹത്തേക്ക് കരങ്ങൾ ചുറ്റിപ്പിടിച്ച് ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. ആ അമ്മയിൽ സമാധാനം കണ്ടെത്തുന്ന കുഞ്ഞ്. Then this was the second one and didn't win. ഈ പടത്തിന് 2ാം സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ. Then there was the last one. അവസാനത്തെ ആ പടം എന്ന് പറയുന്നത് it was a photo of a boat in a sea. ഒരു വലിയ വഞ്ചി, കടലിൽ കൂടെ ഒഴുകിക്കൊണ്ട് നടക്കുന്ന വലിയൊരു വഞ്ചിയുടെ പടമാണ്. That had been ravished by the storms and the waves. ആ വഞ്ചിയാണെന്ന് വരിയിൽ ഓളങ്ങളാൽ തിരകളാൽ കിടന്ന ഉലയുന്നതായിട്ടുള്ള ഒരു വഞ്ചിയാണ്. It had been ravished into pieces. ആ വഞ്ചി എന്ന് പറയുന്ന തിരകളാൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് തകർന്നു പോകത്തക്ക ഒരു അവസ്ഥയിൽ തന്നെ എത്തിച്ചേർന്ന ഒരു വഞ്ചിയുടെ പടം. In one of those pieces of the boat that was floating on the sea. ആ വഞ്ചിയുടെ ഇങ്ങനെ ചഞ്ചലപ്പെട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആ വഞ്ചിയുടെ ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് there was a little bed that was pegged on one of those pieces of the boat. ആ വഞ്ചിയുടെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കിളി ഇരിക്കുന്ന ഒരു പടവും ഈ കലാകാരൻ വരച്ചു. The piece was busy floating. The waves were still there. ഈ വഞ്ചി കിടന്ന് ഈ കടൽ കിടന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരമാലകൾ കിടന്ന് ആടി ഉലയുന്ന ഒരവസ്ഥ. The struggles of life were still there in the sea. ഈ ജലത്തിലാണെന്ന് വരികിൽ ഈ വെള്ളം ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അവിടെ ജീവന്റെ അംശങ്ങളൊക്കെയും ദർശിപ്പാൻ സാധിക്കും. But the bed was floating using this piece
of wood and living life in the middle of these waves and sea. ഈ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഈ വഞ്ചി എന്ന് പറയുന്നത് വെള്ളത്തിന് മുകളിൽ താണു പോകാതെ ഇങ്ങനെ സ്വച്ഛമായിട്ട് ആടി ഉലഞ്ഞാണെങ്കിലും മുകളിൽ കൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. It was like it was singing that old age hymn of the church. ഇവിടെ ഇരുന്ന ഈ ഉലയുന്നതാളുള്ള വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ഈ കൊച്ചു കിളിയുണ്ടല്ലോ, ഈ കിളിയുടെ വായ് പിളർത്തി ഇത് ചില പാട്ട് പാടുന്നതായിട്ടാണ് ആ ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. Rock of all ages, cleft for me, let me hide myself in thee. ഈ കലാകാരൻ ഒരു പക്ഷേ ഈ പക്ഷിയെ കൊണ്ട് പാടിപ്പിക്കുന്ന പാട്ട് പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്നുള്ള പാട്ടായിരിക്കാം. That's what it means to be part of the alternative community. ഇതാണ് ഈ വ്യത്യസ്ത സമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം എന്ന് പറയുന്നത്. It doesn't mean that the storms are going to be over. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം കാറ്റും കോളും തിരമാലയും ഒക്കെ ഉണ്ടാകും. It doesn't mean that life is going to be perfect. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. It doesn't mean that there will be no storms to face us. ഇനിയും നമുക്ക് നേരിടുവാനായിട്ട് കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായിട്ടുള്ള ആ ചുഴലിയൊക്കെ ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. But blessed are those who are part of the alternative community. എന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. For whether they are mourning, നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. whether they are being persecuted, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. whether they are poor, നിങ്ങൾ പട്ടിണി അനുഭവിക്കുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. God shall be their rock and strength. നിങ്ങൾക്ക് പാറയായി ഉറച്ച പാറയായി ദൈവം നിങ്ങളോട് കൂടെ അവിടെ ഉണ്ട്. He shall be their God and they shall be his people. നിങ്ങൾക്ക് ഉറച്ച പാറയായി ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ആ ദൈവത്തിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും. And like the African Americans, they will be able to sing this song. അതുകൊണ്ടാണ് ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളൊക്കെ ഈ പാട്ടുകളൊക്കെ പാടുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. We shall overcome. ഞങ്ങൾ വീണ്ടും ജീവിക്കും. We shall overcome. ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. We shall overcome. ഞങ്ങൾ അതിജീവിക്കും. Someday, ഒരു ദിവസം deep in my heart and my soul, എൻ്റെ ഹൃദയാന്തർഭാഗത്ത് എൻ്റെ I മനസ്സിന്റെ do ഉള്ളിൽ believe, ഞാൻ തീർച്ചയായിട്ടും no matter വിശ്വസിക്കുന്നു. how the weather is, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ എന്നുള്ളതിനെ എനിക്ക് we പ്രശ്നമല്ല. shall overcome ഞങ്ങൾ someday. ഇതിനെയൊക്കെയും In the അതിജീവിക്കും. name of the Father and of the Son and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും Amen. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Lord, ദൈവമേ നിനക്ക് സ്തോത്രം. for being the God of the poor, for being the God of the lonely. ദൈവമേ നീ പാവങ്ങളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദൈവമാണല്ലോ, അതിനാൽ സ്തോത്രം. For being the God of the persecuted. ഞങ്ങൾ പീഡ അനുഭവിക്കുമ്പോൾ നീ ഞങ്ങളുടെ ദൈവമാണല്ലോ, ഞങ്ങൾ നിനക്ക് സ്തോത്രം. Thank you for the preferential option for the poor and the struggling. കർത്താവേ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് നീ പ്രത്യേക പദവി കൊടുത്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. Bless these people, every member of the Matoma Church, as they have to evangelize in the world and build this alternative community. ലോകത്തെ സുവിശേഷീകരിപ്പാൻ തക്കവണ്ണം മാർത്തോമാ സഭയുടെ ഓരോ സുവിശേഷകരെയും നീ അനുഗ്രഹിക്കണമേ. അവരിലൂടെ സമാധാനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. For we ask all this in your name. Amen. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.